അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നേ. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അവൾക്ക് ഞങ്ങളുടെ കൂടെ സിത്താരുടെ അടുത്ത് വന്നാ പോരെ. ഞങ്ങളുടെ അടുത്ത് എന്തിനാ ഓടിപ്പോന്നെ? ഒന്നും മിണ്ടാതിരിക്കോ നിങ്ങള്? എന്റെ സിത്താരെ, എവിടെ ചെന്നാലും ഇവരെ കൊണ്ട് ശല്യോ. ഇതിപ്പോ സിത്താരയ്ക്ക് അസുഖമാണെന്ന് കേട്ടപ്പോ സിത്താരയുടെ വിവരങ്ങൾ അറിയാനൊന്നും അല്ല ഇവരുടെ ശ്രമം. എവിടെ ചെന്നാലും രണ്ട് ഗാഥ. ഈ ഉദയനാണെങ്കിൽ തല്ല് കിട്ടിയിട്ടും മതിയാവുന്നുമില്ല. ഞാൻ തല്ലുകൊണ്ടിട്ടുണ്ട്, അന്തസ്സായിട്ട് കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രണ്ടിലൊന്ന് തെളിയിക്കാതെ ഞങ്ങൾ 3 പേരും ഇവിടുന്ന് പോവൂല. സത്യം. ഇനി ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും മേഡം ഇവിടുന്ന് പോയി കളയരുത്, മോളെ പോലെ. രണ്ടെണ്ണത്തിന് ഒന്നിച്ച് പിടിച്ച് കൈ വെച്ചു കൊടുത്തതാ, അതും കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ എങ്ങനെയാ? പിന്നെ അവിടെ തട്ടിമറിച്ചിട്ട് പോവോ? ഞങ്ങൾ എന്ത് ചെയ്യാനാ? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല സിത്താരെ. വേറൊരാള് സന്തോഷിക്കുന്നത് കണ്ടുകൂടാ, അതാ അവരുടെ പ്രശ്നം. എനിക്കറിയാം. സിനി, ഒന്ന് പുറത്തേക്കല്ലേ. നോക്ക്, മോളെ എവിടെയാണോ എന്തോ. ഞാനിങ്ങോട്ട് കേറുമ്പോ നിർമ്മലയുടെ കൂടെ നിന്നിരുന്നതാ. ആളെവിടെയുണ്ട്? അവരുടെ കൂടെ നിർത്തി പോന്നോണ്ട് അമ്മയോട് വിഷമം തോന്നിയോ കുട്ടിക്ക്? ഇല്ലില്ല. മാഡം, ഓക്കെയാണ് നവീൻ. പിന്നെ എല്ലാവരും ഇങ്ങനെ അടുത്ത് വരികയും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുമ്പോ വല്ലപ്പോഴും ഒരസുഖമൊക്കെ വരുന്നത് നല്ലതെന്ന് തോന്നുന്നു. എന്ന് കരുതി ഹോസ്പിറ്റലിലാകാനുള്ള കാരണങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. എന്താ മോളുടെ മുഖം വാടിയിരിക്കുന്നേ? അതൊന്നുമില്ല. അല്ല, എനിക്കറിയാം. മമ്മിക്ക് വയ്യാന്ന് പറഞ്ഞാ കുട്ടിക്ക് ഇങ്ങനെ ആവാനേ പറ്റൂ. സിത്താര, ഇപ്പൊ ഈ നിൽക്കുന്ന ഗാഥമോളുണ്ടല്ലോ, ഈ നോട്ടം, ഈ ഭാവം, ഇതൊക്കെയാണ് നവീനും ഞങ്ങൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ ആകണമെന്ന് മാത്രമേ ഞങ്ങളും മോളോട് പറയാറുള്ളൂ, അല്ലേടാ?